വിവാദമായ ജാനകി വി സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയൊരു നിയമ പോരാട്ടം തന്നെയാണ് നിർമ്മാതാക്കൾ നടത്തിയിരുന്നത്. ഹൈക്കോടതിയിൽ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ റിലീസിംഗ് നിശ്ചയിച്ച തീയതിക്ക് മുമ്പ് തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ജഡ്ജ് തന്നെ നേരിട്ട് ഈ സിനിമ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ജഡ്ജ് സിനിമ കണ്ടതിന് ശേഷവും സെൻസർ ബോർഡ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത് 2 നിർദ്ദേശങ്ങളായിരുന്നു. ഒന്ന്, ജാനകി എന്ന പേര് കോടതി സീനുകളിൽ വരുന്നത് മ്യൂട്ട് ചെയ്യുക എന്നത്. മറ്റൊന്ന്, ജാനകി എന്ന പേരിനൊപ്പം ഇനീഷ്യൽ ചേർക്കുക, ജാനകി ബി എന്ന് ഈ സിനിമയ്ക്ക് പേര് ഇടുക. അത്തരത്തിലുള്ള 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിലുള്ള 2 നിർദ്ദേശങ്ങൾ പാലിച്ചാൽ സെൻസർ സർട്ടിഫിക്കറ്റ് തരാം എന്ന് അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കൾ ഇത് കോടതിയിൽ സമ്മതിച്ചു. അങ്ങനെ കോടതിയിൽ ഇവർ സമ്മതിക്കുകയും തുടർന്ന് ജഡ്ജ് തന്നെ ഈ സിനിമ പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് അയക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെൻസർ ബോർഡിന് ഈ പതിപ്പ് അയക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജാനകിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.